السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തറാവീഹ് നിസ്കാരം അവിടുന്ന് നിസ്കരിച്ചിട്ടുണ്ട് 3 രാത്രികളിൽ എന്ന് നാം പറയുകയുണ്ടായി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ 3 രാത്രികളിൽ നിസ്കരിച്ച നിസ്കാരത്തിൻ്റെ റക്അത്തുകൾ എത്രയാകുന്നു? ഇത് ചിന്തിക്കേണ്ടതാണ്, ചർച്ചയ്ക്ക് വിഷയീഭവിക്കേണ്ട ഒരു കാര്യവുമാണ്. ഈ വിഷയകമായി പണ്ഡിതന്മാർ നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഈ വിഷയ സംബന്ധിയായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണിത്, അൽ മിൻഹാജു സ്വഹീഹ് ഫി സ്വലാത്തി തറാവീഹ്. ആദരണീയരായ ഷെയ്ഖുന, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഉസ്താദ് ഷെയ്ഖുന മുഹയ്യിസുന്ന പൊന്മള ഉസ്താദ് അവർ രചിച്ച ഗ്രന്ഥം. അതിനു മുമ്പ് നേരത്തെ ഉസ്താദ് രചിച്ച നതീജത്തുൽ മൻഖൂലി വൽ മഅ്സൂർ ഫി അദദി റക്അഅത്തി സയ്യിദി ശുഹൂർ, 2 ഗ്രന്ഥങ്ങളാണ് ഈ വിഷയത്തിൽ ഷെയ്ഖുന രചിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ സമഗ്രമായ പഠനം തന്നെയാണ് ഈ ഗ്രന്ഥത്തിലുള്ളത് എന്ന് പറയാതിരിക്കുക വയ്യ. ഈ വിഷയ സംബന്ധിയായി പ്രമാണങ്ങളുടെ നീണ്ട നിര തന്നെ ഷെയ്ഖുന ഉസ്താദ് അവറുകൾ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഹദീസ് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ നോക്കി, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ പരതിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഇതിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തറാവീഹ് നിസ്കരിച്ചത് എത്ര റക്അത്തായിരുന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന യുസല്ലി ഫീ റമളാന 20 റക്അഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാൻ മാസത്തിൽ 20 റക്അത്താണ് നിസ്കരിക്കാറുള്ളത്. പുറമെ വൽ വിത്റും നിർവഹിക്കാറുണ്ട്. അപ്പോൾ 20 റക്അത്ത് തറാവീഹും അതിന് പുറമെ വിത്റും നിർവഹിക്കാറുണ്ടായിരുന്നു. അഖ്റജഹു ഇബ്നു അബി ഷൈബ ഫി മുസന്നഫിഹി, തന്റെ കിതാബുൽ മുസന്നഫ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഇബ്നു അബി ഷൈബ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബ്രയിലുണ്ട്, ഇമാം തബറാനിയുടെ അൽ മുഅ്ജമുൽ കബീറിലുണ്ട്, ഖതീബുൽ ബഗ്ദാദിയുടെ മുവദ്ദിഹുൽ ഔഹാമിൽ ജംഇ വത്തഫ്രീഖിലുണ്ട്, ഇബ്നു അദിയിന്റെ അൽ കാമിൽ എന്ന ഗ്രന്ഥത്തിലുണ്ട്, അതുപോലെ അബ്ദ് ബിൻ ഹുമൈദിന്റെ മുസ്നദിലുണ്ട്, ഇമാം ബഗവിയുടെ മുഅ്ജമിലുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചത് എത്രയാണ്? അത് 20 റക്അത്തായിരുന്നു എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ പറയുന്നത്. പക്ഷേ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവികളിൽപ്പെട്ട അബൂ ഷൈബ ഇബ്രാഹിം ഇബ്നു ഉസ്മാൻ എന്ന് പറയുന്ന ഒരു റാവി ഇതിലുണ്ട്. വഹുവ ലഈഫുൻ. അദ്ദേഹം പ്രമാണയോഗ്യമായി നിലനിൽക്കാൻ പറ്റുന്ന വ്യക്തിയല്ല, അദ്ദേഹം ദുർബലനാണ്, അദ്ദേഹം പ്രബലനല്ല എന്ന് പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റക്അത്തുകളുടെ എണ്ണം കൃത്യമായി ഇത്രയാകുന്നു എന്ന് പറയാൻ ഈ ഹദീസ് പണ്ഡിതന്മാർ പലരും രേഖയാക്കുന്നില്ല. അതിന് കാരണം ഈ ഹദീസിനുള്ള ദൗർബല്യമാണ്, ഈ ഹദീസിന്റെ ളുഅഫാണ്. ഈ ഹദീസ് ലഈഫാകുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തറാവീഹ് നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഏതെല്ലാം ഹദീസുകളുണ്ടോ ആ ഹദീസൊക്കെ ജർഹ് തഅദീലിന്റെ, അതായത് നിരൂപണയോഗ്യരായ പണ്ഡിതന്മാരുടെ അരികിൽ ആ ഹദീസുകൾക്കൊക്കെ ഓരോ തകരാറുകളുണ്ട്. അത് 20 എന്ന് പറയുന്ന ഹദീസുകളാണെങ്കിലും അല്ലാത്ത ഹദീസുകളാണെങ്കിലും ശരി, അതൊക്കെ പണ്ഡിതന്മാരെല്ലാവരും സുസമ്മതമായി അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇമാമുമാർ അത് രേഖപ്പെടുത്തി വെച്ചു. ബഹുമാനപ്പെട്ട ഇമാം ഹാഫിളു സുയൂത്തിയുടെ അൽ ഹാബീരിൽ ഫതാവയുടെ 1-ാമത്തെ വാള്യം 417-ാമത്തെ പേജിലുണ്ട്, അന്നഹു ലം യുൻഖൽ കം സ്വല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിൽക്കൽ ലയാലി ഹല്ലു 20 ഔ അഖൽ. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച
ആ 3 ദിവസങ്ങളിൽ 3 രാത്രികളിൽ അവിടുന്ന് നിസ്കരിച്ചത് 20 റക്അത്താണോ അതല്ല അതിൽ കുറവാണോ എന്ന കാര്യം കൃത്യമായ പരമ്പരയിലൂടെ, പ്രബലമായ പരമ്പരയിലൂടെ നമ്മിലേക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഇമാം സുബുക്കി തൻ്റെ ശറഹുൽ മിൻഹാജിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇമാം ഹാഫിള് സുയൂത്തിയുടെ അൽ ഹാബീരിൽ ഫത്താവയുടെ 1-ാമത്തെ വാള്യം 417-ാമത്തെ പേജിലുണ്ട്. ഹാഫിള് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരി 3-ാം വാള്യം 12-ാം പേജിലുണ്ട്. വളരെ ഇമാമുമാർ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചത് കൃത്യമായി എത്രയാണ് എന്ന് നമുക്ക് തകരാറില്ലാത്ത സനദുകളിലൂടെ, അതായത് പണ്ഡിതന്മാർക്കിടയിൽ സർവാംഗീകൃതമാകുന്ന പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിലും കാണുന്നില്ല. ഇതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ടില്ല എന്നല്ല, ആ നിസ്കരിച്ച റക്അത്തുകൾക്ക് എണ്ണമില്ല എന്നുമല്ല, അതൊക്കെയുണ്ട്. പക്ഷെ അത് എത്രയാണെന്ന് കൃത്യമായ രൂപത്തിൽ സ്വഹീഹായ പരമ്പരയിലൂടെ നമ്മിലേക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അപ്പം പിന്നെ നമ്മൾ റക്അത്തിന്റെ എണ്ണം എത്രയാണ് എന്നറിയാനുള്ള മാനദണ്ഡം എന്താണ്? ആ നിസ്കാരത്തിൽ പങ്കെടുത്ത സ്വഹാബി വര്യന്മാർ അവരെത്രയാണ് നിസ്കരിച്ചത് എന്നാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് എന്ന കാര്യവും നാം മനസ്സിലാക്കി. എന്നാൽ പിന്നെ തറാവീഹിൻ്റെ റക്അത്തുകൾ എത്രയാണ് എന്നറിയാനുള്ള പോംവഴി എന്താണ്? അത് മറ്റൊന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിസ്കരിച്ച സ്വഹാബി വര്യന്മാരുണ്ടല്ലോ, ആ സ്വഹാബികൾ അവരൊക്കെ എത്രയാണ് നിസ്കരിച്ചത് എന്ന് പരിശോധിക്കുകയാണ് അതിനുള്ള പരിഹാരത്തിനുള്ള ഏക പോംവഴി. എങ്കിൽ നമുക്ക് ആ വഴിക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചു. 2 വർഷവും ഏതാനും മാസവും മഹാനവറുകൾ രാജ്യം ഭരിച്ചു. ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ മഹാനവറുകളുടെ ശ്രദ്ധ അതിലേക്ക് നീങ്ങി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലശേഷം പിന്നീട് രാജ്യം ഭരിച്ചത് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഭരണം ഏറ്റെടുത്തപ്പോൾ നേരത്തെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾക്കൊക്കെ അമർച്ച ചെയ്യാൻ സിദ്ദീഖുൽ അക്ബറിന് സാധിച്ചു. അവശേഷിക്കുന്നത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും അടക്കം ചെയ്തതിന് ശേഷം മഹാനവറുകൾ വളരെ ഭരണ പരിഷ്കരണങ്ങൾ നടത്തുകയുണ്ടായി. ആ കൂട്ടത്തിൽ ഒരു കർമ്മമാണ് മഹാനവറുകൾ ചെയ്ത ഒരു സുഹൃതമാണ് പള്ളികളിൽ നടന്നിരുന്ന തറാവീഹ് നിസ്കാരം. റമളാനിൽ നടന്നിരുന്ന തറാവീഹ് നിസ്കാരം അത് ഒരു ഇമാമിൻ്റെ കീഴിൽ എല്ലാവരെയും ഒരുമിച്ചു കൂട്ടി പുനഃക്രമീകരണം ചെയ്യുക എന്നത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്ത ഏറ്റവും വലിയ പുണ്യമുള്ള ഒരു സുഹൃതമായിരുന്നു. അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് ഒരു ഇമാമ് വരും, അയാളുടെ കൂടെയുള്ള ആളുകളും 4 ആളും അവരാണ് നിസ്കരിക്കും. കുറെ കഴിഞ്ഞിട്ട് വേറൊരാൾ അവരും കൂടെയുള്ളവരും അവർ നിസ്കരിക്കും. അങ്ങനെ വ്യത്യസ്തങ്ങളായ സംഘങ്ങളായി നിസ്കരിക്കുന്ന പതിവായിരുന്നു ഉണ്ടായിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി ഇതൊരു ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം സിദ്ദീഖുൽ അക്ബറിന് ഇത് കൃത്യമായി ഏകീകരിപ്പിക്കാനും ഏകോപിപ്പിക്കാനും ഒരുപക്ഷെ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇത് ഒരു ഇമാമിൻ്റെ കീഴിൽ ക്രോഡീകരിക്കണം എന്ന്, ഒരുമിച്ച് കൂട്ടണം എന്ന് മഹാനവറുകൾ തീരുമാനിച്ചു. ഖാരിആയ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങളെ എല്ലാവരെയും തറാവീഹിന് വേണ്ടി ഒരേ ഇമാമിൻ്റെ കീഴിൽ ഒരേ സമയത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി വലിയ ജമാഅത്ത് തറാവീഹ് നിസ്കാരത്തിൽ നിർവഹിക്കുകയുണ്ടായി, നടത്തുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ ആ തറാവീഹ് നിസ്കാരത്തിൽ സംബന്ധിച്ചവർ പ്രമുഖ സ്വഹാബികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അന്ന് ആ 3 രാത്രികളിൽ തറാവീഹ് നിസ്കരിക്കാൻ കൂടിയവരാണ്. സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്ത് തറാവീഹ് നിസ്കരിച്ചവരാണ്. അവരാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തറാവീഹ് പുനഃക്രമീകരണം നടത്തുമ്പോൾ സംബന്ധിക്കുന്നവരും പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളവരും ആ സ്വഹാബികളാണ്. ആ സ്വഹാബികൾ നിസ്കരിച്ചിരുന്നത് എത്ര റക്അത്തായിരുന്നു? ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നു, സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പ്രമുഖ സ്വഹാബിയാണ്. ആ സ്വഹാബി ഉദ്ധരിക്കുന്നത് കാണാം. ഖാല, മഹാൻ പറയുന്നു, കുന്നാ നഖൂമു ഫീ സമാനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബി20 റക്അത്തൻ വൽ വിത്ർ. ഞങ്ങൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ
നിസ്കാരം നിർവഹിക്കാറുണ്ട്, തറാവിഹ് നിസ്കരിക്കാറുണ്ട്. എത്ര റക്അത്ത്? ബിഇശ്രീന റക്അത്തൻ വൽ വിത്ർ, 20 റക്അത്ത് നിസ്കാരവും വൽ വിത്ർ, പുറമെ വിത്റും നിസ്കരിക്കാറുണ്ട്. ആരാ പറയുന്നത്? സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയുകയാണ്, ഞങ്ങൾ 20 റക്അത്ത് തറാവീഹും പിന്നെ വിത്ർ വേറെയും നിസ്കരിക്കാറുണ്ട്. ഇമാം ബൈഹഖിയുടെ മഅരിഫത്തുസ് സുനനി വൽ ആസാർ 5409 നമ്പർ ഹദീസായി ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം നവവിയും അതുപോലെ ഹാഫിദുൽ സൈലഇയും ഈ ഹദീസ് സഹിയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇമാം സുബക്കി തന്റെ ശർഹുൽ മിൻഹാജ് ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹാഫിദുൽ സുയൂത്തി അൽ ഹാവീരിൽ ഫതാവയിൽ ഈ ഹദീസ് സഹിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നത് എന്താ? ഞങ്ങൾ കുന്നാനഖൂമു, ഞങ്ങളെല്ലാവരുമായിരുന്നു ഫീ സമാനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബിഇശ്രീന റക്അ വൽ വിത്ർ, 20 റക്അത്തും വിത്റും നിസ്കരിക്കാറുണ്ട് എന്നാണ്. ഇനി നിങ്ങൾ നോക്ക്, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം കാനൂ യഖൂമൂന, സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയാണ്, കാനൂ യഖൂമൂന, സ്വഹാബികൾ എല്ലാവരുമായിരുന്നു അലാ അഹദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നിസ്കരിക്കാറുണ്ട് ഫീ ഷഹരി റമളാൻ, റമളാൻ മാസത്തിൽ നിസ്കരിക്കാറുണ്ട് ബിഇശ്രീന റക്അ, 20 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി ഈ ഹദീസ് അസ്സുനനുൽ കുബ്രയുടെ 2ാമത്തെ വാല്യം 699 പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. ഒന്നുകൂടി ഞാൻ പറയാം, ഹാഫിദ് അബ്ദുർ റസാഖ് തന്റെ മുസന്നഫിൽ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഖാല കുന്നാ നൻസരിഫു മിനൽ ഖിയാമി അലാ അഹദി ഉമർ റളിയല്ലാഹു അൻഹു വഖദ്ദനാ ഫുറൂഖുൽ ഫജ്രി, ഞങ്ങൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോരുമ്പോ സുബ്ഹി പ്രഭാതം പൊട്ടിവിടരാനായിട്ടുണ്ടാകും. വകാനൽ ഖിയാമു അലാ അഹദി ഉമറ 23 റക്അ, അന്ന് ഞങ്ങൾ നിസ്കരിച്ചിരുന്ന നിസ്കാരം 23 റക്അത്താണ്. 20 റക്അത്ത് തറാവീഹും 3 റക്അത്ത് വിത്റുമാകുന്നു. ഹാഫിദ് അബ്ദുർ റസാഖ് തന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തി വെച്ച ഹദീസുകളാണ്. ഞാൻ ഈ ഉദ്ധരിച്ചതൊക്കെ പ്രമുഖരായ ഹദീസ് പണ്ഡിതന്മാരാണ് ഈ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പൊ സ്വഹാബികൾ പറയാ, ഞങ്ങൾ നിസ്കരിച്ചിരുന്നത് 20 റക്അത്താണ്, പിന്നെ വിത്റും ഞങ്ങൾ നിസ്കരിക്കാറുണ്ട്. ഇത് ഞങ്ങളുടെ ശൈലിയാണ്. കാനൂ യഖൂമൂന കുന്നാ നഖൂമു, ഞങ്ങൾ അങ്ങനെയായിരുന്നു, സ്വഹാബികൾ അങ്ങനെയായിരുന്നു എന്ന ഈ പ്രയോഗത്തിന്റെ ഉദ്ദേശ്യം സ്വഹാബികൾ എല്ലാവരും അങ്ങനെ നിർവഹിച്ചിരുന്നു. അത് സ്വഹാബികളുടെ ഇജ്മാ ആകുന്നു. സ്വഹാബികളിൽ ഏതെങ്കിലും ഒരാൾ മാത്രം ചെയ്തതല്ല. സ്വഹാബികൾ എല്ലാവരും അംഗീകരിച്ച അവരുടെ ഏകകണ്ഠമായ അഭിപ്രായമാണിത്. അവർ എല്ലാവരും ചെയ്തത് തറാവീഹ് 20 റക്അത്താകുന്നു. നിങ്ങൾ നോക്ക്, ഈ 20 റക്അത്ത് അല്ലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നിസ്കരിച്ചിരുന്നതെങ്കിൽ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ഈ സ്വഹാബികൾ ചോദ്യം ചെയ്യില്ലേ? ഉമറെ, ഞങ്ങൾ റസൂലുള്ളാഹിയുടെ കാലത്ത് നിസ്കരിക്കാൻ കൂടിയ ആളുകളാണ്. അന്ന് റസൂൽ നിസ്കരിച്ചത് 8 അല്ലെങ്കിൽ അന്ന് നിസ്കരിച്ചത് 11. നീ നിന്റെ വകയായി ഈ 20 റക്അത്ത് കൂട്ടിയത് ശരിയായില്ല, 20 റക്അത്ത് ആക്കിയത് ശരിയായില്ല. അതുകൊണ്ട് ഇത് ബിദ്അത്താണ്, ഇത് അനാചാരമാണ്, ഇത് ശരിയല്ല ഉമറേ എന്ന് ഒരൊറ്റ സ്വഹാബിയെങ്കിലും പറഞ്ഞത് ചരിത്രത്തിലില്ല. മറിച്ച് കാനൂ യഖൂമൂന, അവരെല്ലാവരും ഇപ്രകാരം നിസ്കരിച്ചിരുന്നു. കുന്നാ നഖൂമു, സ്വഹാബികളായ ഞങ്ങൾ എല്ലാവരും ഇപ്രകാരം നിസ്കരിച്ചിരുന്നു എന്ന് സ്വഹാബികൾ സാക്ഷ്യപ്പെടുത്തുന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കാണുന്നത്. ഇമാം ബൈഹഖിയുടെ മഅരിഫത്തുസ് സുനനി വൽ ആസാർ, അതുപോലെ തന്നെ സുനനുൽ കുബ്ര, ഇമാം നവവിയുടെ ഖുലാസത്തുൽ അഹ്കാം, ഇമാം ഹാഫിദുൽ സൈലഇയുടെ നസ്ബുർ റായ, ഹാഫിദുൽ ഇറാഖിയുടെ തർഹു തസ്രീബ്, അതുപോലെ ഇമാം ബദറുദ്ദീൻ അൽ-ഐനിയുടെ ഉംദത്തുൽ ഖാരി, അൽ ഹാബീരിൽ ഫതാവ, എല്ലാ ഗ്രന്ഥങ്ങളിലും ഈ സംഭവം, ഈ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്വഹാബികൾ നിസ്കരിച്ചത് തറാവീഹ് 20 റക്അത്താണ്. അത് സ്വഹാബികളുടെ ഇജ്മാഉമാകുന്നു. ഈ സ്വഹാബികളെ പുറംകാല് കൊണ്ട് ചവിട്ടി മതിച്ചുകൊണ്ടല്ലാതെ തറാവീഹ് 20-ൽ നിന്ന് താഴോട്ട് വരാൻ 8 11 പ്രഖ്യാപിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. ഈ തറാവീഹിന്റെ വിഷയത്തിൽ സ്വഹാബത്തിനെ അവഗണിച്ചുകൊണ്ടല്ലാതെ 20 റക്അത്തിന്റെ വാദത്തെ നിരാകരിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. കാരണം സ്വഹാബത്ത് എല്ലാവരും നിസ്കരിച്ചത് തറാവീഹ് 20 റക്അത്താകുന്നു. ഇനി താബിഈകളുടെ നിലപാട് എന്താണ് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. വിശ്വാസികൾ നിർവഹിച്ചു വരുന്ന തറാവീഹ് നിസ്കാരം അത് സ്വഹാബികളെല്ലാവരും നിർവഹിച്ചത് 20 റക്അത്താണ്. ഈ വിഷയത്തിൽ സ്വഹാബികളുടെ ഇജ്മാഅ് ഉണ്ടെന്ന്
നാം പറയുകയുണ്ടായി. എന്നാൽ സ്വഹാബികളുടെ ഇജ്മാ ഉണ്ട് എന്ന് നാം പറയുക മാത്രമല്ല, ആ കാര്യങ്ങൾ ഇമാമുമാർ തങ്ങളുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. നിരവധി കിതാബുകളെടുത്ത് പരിശോധിച്ചാൽ 50ഓളം കിതാബുകളിൽ നിന്ന് നമുക്കിത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ അബൂബക്കർ അൽ കാസാനി റഹിമഹുല്ല തൻ്റെ വിശ്രുതമായ ഗ്രന്ഥത്തിൽ ഇത് സംബന്ധമായി രേഖപ്പെടുത്തി വച്ചത് കാണാൻ കഴിയും. സ്വഹാബികൾ നിസ്കരിച്ചപ്പോൾ അവർ നിർവഹിച്ചിരുന്നത് തറാവിഹ് 20 റക്അത്താണ് എന്ന് മാത്രമല്ല, ആ വിഷയത്തിൽ സ്വഹാബത്ത് ഏകാഭിപ്രായക്കാരാകുന്നു. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ല തൻ്റെ ഫത്ഹുൽ ഇലാഹ് എന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ 5ാമത്തെ വാള്യം 130ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അജ്മഅ സ്വഹാബത്തു അലാ അന്ന തറാവീഹ 20 റക്അഅ. സ്വഹാബികൾ ഏകോപിതരായിട്ടുണ്ട് തറാവീഹ് നിസ്കാരം അത് 20 റക്അത്താണ് എന്ന വിഷയത്തിൽ സ്വഹാബികൾ ഏകോപിതരായിട്ടുണ്ട്. വസഹ ഹദീസ് സഹിഹായി വന്നു അന്നഹും കാനൂ യഖൂമൂന അലാ അഹ്ദി ഉമർ റളിയല്ലാഹു അൻഹു 20 റക്അഅ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അവർ നിസ്കരിച്ചപ്പോൾ തറാവീഹ് നിസ്കരിച്ചിരുന്നപ്പോൾ 20 റക്അത്താണ് നിർവഹിച്ചിരുന്നത് എന്ന ഹദീസ് സഹിഹായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വഹാബികൾ ഈ വിഷയത്തിൽ ഇജ്മാ ആയിട്ടുണ്ട്, അവർ ഏകോപിതരായിട്ടുണ്ട്. അവർ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ്. തറാവീഹ് 20 റക്അത്താണ് എന്ന വിഷയത്തിൽ സ്വഹാബികൾക്കിടയിൽ ഒരു തർക്കമേ ഇല്ല. ബഹുമാനപ്പെട്ട 502 വഫാത്തായ ഇമാം റൂയാനി രേഖപ്പെടുത്തി വെച്ചു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെല്ലാവരും ഒരുമിച്ചുകൂടി തറാവീഹ് നിസ്കരിച്ചപ്പോൾ സ്വല്ലാ ബിഹിം 20 റക്അഅ 20 റക്അത്തായിരുന്നു. വഹാദാ ഇജ്മാഉൻ മിൻഹും, ഇത് സ്വഹാബികളിൽ നിന്നുള്ള ഇജ്മാ ആകുന്നു. ഇമാം റൂയാനിയുടെ ബഹറുൽ മദ്ഹബ് എന്ന ഗ്രന്ഥം 2ാം വാള്യം 231ാമത്തെ പേജിൽ നമുക്കിത് കാണാൻ കഴിയും. അതുപോലെ അല്ലാമ ഇബ്നു ഖുദാമ, ഇമാം ഇബ്നു ഖുദാമയുടെ കിതാബുൽ മുഗ്നി 2ാം വാള്യം 123ാമത്തെ പേജിൽ ഇത് കാണാം. ഹാഫിള് വലിയുൽ ഇറാഖിയുടെ തർഹുത് തസ്രീബ് 3ാം വാള്യം 98ാമത്തെ പേജിൽ നമുക്കിത് കാണാൻ കഴിയും. ഇമാം ഖസ്തലാനിയുടെ ഇർഷാദുസ് സാരി 3ാം വാള്യം 426ാമത്തെ പേജിൽ നമുക്കിത് കാണാൻ കഴിയും. വളരെ പണ്ഡിതന്മാർ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 50ഓളം കിതാബുകളിൽ തന്നെ നമുക്കിത് കാണാൻ കഴിയും. സ്വഹാബികൾ കാനൂ യഖൂമൂന അലാ അഹ്ദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബി20 റക്അത്തൻ വൽ വിത്ർ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അവർ നിസ്കരിച്ചിരുന്നപ്പോൾ തറാവീഹ് 20 റക്അത്തും പിന്നെ വിത്റുമാണ് നിസ്കരിച്ചിരുന്നത് എന്ന അസർ എത്രയോ ഇമാമുമാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അത് സ്വഹാബത്തിന്റെ ഇജ്മാ ആണെന്ന് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നു. അവരുടെ കിതാബുകളിൽ അത് വ്യക്തമായി അവർ രേഖപ്പെടുത്തി വെക്കുന്നു. ചുരുക്കത്തിൽ മുൻഗാമികളും പിൻഗാമികളുമായിട്ടുള്ള മുഴുവൻ ആളുകളും നിസ്കരിച്ചത് എങ്ങനെയാണ്? അത് തറാവീഹ് 20 റക്അത്തും വിത്ർ 3ഉമാണ് എന്നതാണ്. അൽ ഇമാം അഹ്മദു ദർദീർ തങ്ങൾ പറയുന്നത് കാണാം, വഹിയ 23, അത് 23 റക്അത്താകുന്നു. നോക്കൂ നിങ്ങൾ, ലാകിനല്ലദീ ജറാ അലൈഹിൽ അമലു സലഫൻ വ ഖലഫൻ, സലഫിലാലും ഖലഫാലും മുൻഗാമികളും പിൻഗാമികളും ഒക്കെ അനുവർത്തിച്ചു പോന്നിട്ടുള്ളത് തറാവീഹ് 20 റക്അത്ത് നിർവഹിക്കുക, വിത്ർ 3 നിർവഹിക്കുക എന്നതാകുന്നു. അപ്പോൾ പൂർവീകരായ അയിമ്മത്തുകൾ അവരൊക്കെ സ്വഹാബത്തിന്റെ നിലപാടുകൾ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമാം കാസാനി പറഞ്ഞു, വലം യുൻകിർ അഹദുൻ അലൈഹി, ഒരാളും അത് നിഷേധിച്ചിട്ടില്ല. ഫയകൂനു ഇജ്മാഅൻ മിൻഹും അലാ ദാലിക, തറാവീഹ് 20 റക്അത്താണ് എന്നതിന്റെ മേൽ സ്വഹാബത്തിന്റെ ഇജ്മാ ഉള്ളതാണത്. അവരെല്ലാം ഏകോപിതരായിട്ടുണ്ട്, അതിൽ തർക്കമില്ല. ബഹുമാനപ്പെട്ട അല്ലാമ ഇമാം കാസാനിയുടെ ബദാഇഉസ് സ്വനാഇന്റെ 288ാമത്തെ പേജിൽ നമുക്കിത് കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം അല്ലാമ ഐനി ഉൾപ്പെടെ എല്ലാ ഇമാമുമാരും ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. തറാവീഹ് 20ൽ കുറഞ്ഞ ഒരു സമീപനം ഒരാളും ഒരു ഇമാമും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. അതുകൊണ്ട്
പൂർവീകരായ സ്വഹാബികളുടെ ചര്യ 20 തന്നെയാണെന്ന് ബഹുമാനപ്പെട്ട അയിമ്മത്തുകൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് ഇനി നമുക്ക് തറാവീഹിനെ കുറിച്ച് താബിഉകൾ എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഇലാ ലിഖാഇൻ ആഖർ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8 റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 3 രാത്രികളിൽ നിസ്കരിച്ച നിസ്കാരം എന്ന വിധം ഒരു റിപ്പോർട്ട് എല്ലാവരും ഉദ്ധരിക്കുന്നുണ്ട്. ഇനി നമ്മളായിട്ട് പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം വഹാബികൾ ഇത് പറഞ്ഞുകൊണ്ടേ നടക്കല്ലേ. ഈ റിപ്പോർട്ടാണ് പ്രബലം, ഈ റിപ്പോർട്ടാണ് പ്രബലം, ഈ റിപ്പോർട്ടാണ് പ്രബലം, അതുകൊണ്ട് ഒറ്റേ ഉള്ളൂ എന്നല്ലേ പറയുന്നത്. അപ്പൊ അത് സംബന്ധിച്ച് എന്താണ് നമ്മുടെ മദ്ഹബിന്റെ നില? ഇത് വഹാബികൾ മാത്രം കണ്ട് അവർക്ക് മാത്രം കിട്ടിയതാണോ? നമ്മളെ ഇമാമിങ്ങൾക്കൊന്നും ഇത് കിട്ടിയില്ലേ? അവരെ ആരെയും തൊടാതെ, നിലം തൊടാതെ ഈ ഒരു റിപ്പോർട്ട് ഇവർക്ക് കിട്ടിയോ എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. അങ്ങനെ ഏതായാലും ഉണ്ടാവില്ലല്ലോ. നമ്മളെ ഇമാമിയങ്ങളും നമ്മളെ മുഹദ്ദിസീങ്ങളും റിപ്പോർട്ട് ചെയ്യാതെ വഹാബികൾക്കൊരു ഹദീസും കിട്ടൂല. കാരണം മുഹദ്ദിസീങ്ങളൊക്കെ മദ്ഹബുകാരാണ്. മദ്ഹബുകാരൊക്കെ 20 റക്അത്തുണ്ട് എന്ന് പറയുന്നവരാണ്. 20 റക്അത്തുണ്ട് തറാവീഹ് എന്ന് പറയുന്ന മദ്ഹബുകാർ ഉദ്ധരിക്കാത്ത ഒരൊറ്റ ഹദീസും, അവർ കാണാതെ പോയ ഒരൊറ്റ ഹദീസും വഹാബികൾക്ക് മാത്രം മദ്ഹബ് വിരോധത്തിന് വേണ്ടി ഇറങ്ങില്ല. അതുകൊണ്ട് തന്നെ ഈ ഹദീസൊക്കെ നമ്മളെ ഇമാമിയങ്ങൾ വിശദീകരിച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ലഭിക്കാതെ പോയതല്ല, ഇത് കാണാതെ പോയതുമല്ല. മഹല്ലി ഓതുമ്പം തന്നെ ഇത് വിശദീകരിക്കും. ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു തങ്ങൾ റഹ്മഹുല്ലാ പറയുന്നത് വറബബ്നാ ഖുസൈമത വഹിബ്ബാന അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല സ്വല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാന 8 റക്അത്തിൻ സുമ്മ ഔതറ. നബി തങ്ങൾ ഞങ്ങളെ കൊണ്ട് നിസ്കരിച്ചത് റമളാനിൽ 8 റക്അത്താണ്. ഈ 8 റക്അത്ത് കഴിഞ്ഞിട്ട് നബി വിത്റും നിസ്കരിച്ചു. ഫലമ്മാ കാനത്തിൽ ഖാബിലതു ഇജ്തമഅനാ ഫിൽ മസ്ജിദി വറജൗനാ അൻ യഖ്റുജ ഇലൈനാ ഹത്താ അസ്ബഹനാ എന്നും പറഞ്ഞിട്ട് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇബ്നു ഹുസൈമയും ഇബ്നു ഹബ്ബാനും നിവേദനം ചെയ്യുന്നു. ഇബ്നു ഹിബ്ബാനും ഇബ്നു ഹുസൈമയും അവരുടെ രണ്ടുപേരുടെയും സ്വഹീഹുകളിൽ നിവേദനം ചെയ്യുന്ന ഈ ഹദീസ് സ്വഹീഹല്ല എന്ന് നമ്മൾ പറയുന്നില്ല. സ്വഹീഹായ ഹദീസ് തന്നെ സനദിന്റെ അടിസ്ഥാനത്തിൽ. ആ സ്വഹീഹായ ഹദീസിന് നമ്മക്കെന്താ അവലംബം? ഇബ്നു ഹുസൈമ തന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്തു, സ്വഹീഹാക്കി. ഇബ്നു ഹിബ്ബാൻ തന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്തു, സ്വഹീഹാക്കി. ആ 2 മഹത്തുക്കൾ സ്വഹീഹാക്കിയത് സ്വഹീഹല്ലെന്ന് പറയാൻ നമ്മൾ ആരുമല്ല. അതുകൊണ്ട് അവർ 2 പേരും നിവേദനം ചെയ്തെന്ന നിലക്ക് നമുക്കത് സ്വഹീഹെന്ന് പറയാം, നമുക്ക് പ്രയാസമില്ല. ഈ സ്വഹീഹായ ഹദീസിൽ 8 റക്അത്ത് നബി നിസ്കരിച്ചിട്ട് വിത്ർ നിസ്കരിച്ചു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പങ്കെടുത്തവർ വിവരിക്കുന്നു. എന്നാൽ ഇതും തറാവീഹിന്റെ എണ്ണം റക്അത്ത് പറയുന്നതിൽ കണക്കിലെടുക്കാൻ പറ്റാത്ത ഹദീസാകുന്നു. സനദിന്റെ അപ്രബലത കൊണ്ടല്ല, ഇതിന്റെ ആശയത്തിലെ അവ്യക്തത കൊണ്ട്. സംശയമുണ്ട് റിപ്പോർട്ടിൽ. കാരണം ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, നോക്കി, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത് സ്വല്ലാ ബിനാ റസൂലുള്ളാഹി ഫീ റമളാൻ 8 റക്അത്തിൻ സുമ്മ ഔതറ. നബി തങ്ങൾ 8 റക്അത്ത് നിസ്കരിച്ച് പിന്നെ വിത്ർ നിസ്കരിച്ചു. ഫലമ്മാ കാനത്തിൽ ഖാബിലത്തു, തൊട്ടടുത്ത രാത്രി എത്തിയപ്പോ ഇജ്തമഅന, ഞങ്ങളൊക്കെ സമ്മേളിച്ചു, ഫിൽ മസ്ജിദി, പള്ളിയിൽ. വറജൗനാ യഖ്റുജ ഇലൈനാ, നബി ഞങ്ങളിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വരും എന്ന് തന്നെ ഞങ്ങൾ കാത്തിരുന്നു. ഹത്താ അസ്ബഹന, ഞങ്ങൾ പുലരിയിൽ കടന്നു, സ്വബാഹ് കടന്നുപോയി, വന്നില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വന്നോക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചോദിക്കൊന്നും വേണ്ട, ഞാനിതുകൊണ്ടാന്ന് പറഞ്ഞു എന്നാ. അപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു ഈ ഹദീസിൽ പറയുന്നത് ഒരൊറ്റ രാത്രിയിലെ നിസ്കാരമാണ്. ഒരു രാത്രിയിലെ നിസ്കാരത്തിൽ 8 റക്അത്ത് നിർവഹിച്ചിട്ട് വിത്ർ നിസ്കരിച്ചു എന്ന് പറഞ്ഞ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസ് പ്രബലമായ ഹദീസാണെങ്കിലും ഈ ഹദീസിന്റെ അനുബന്ധ ഭാഗം, തുടർഭാഗം, തൊട്ടടുത്ത പിറ്റേന്നത്തെ രാത്രിയിൽ നബി വന്നില്ല എന്നാണ്. പിറ്റേന്നത്തെ രാത്രിയിൽ നബി വന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുമെല്ലാം സ്ഥിരപ്പെട്ടിട്ടുള്ള സംഭവത്തിന് വിരുദ്ധമാണത്. നമുക്കറിയാമല്ലോ, 3 രാത്രി നബി തങ്ങൾ വന്നിട്ടുണ്ട്, 4ാമത്തെ രാത്രിയിലാണ് വരാത്തത്. ഇദ്ദേഹം പറയുന്നത് ഒറ്റ രാത്രിയാണ് വന്നത്, തൊട്ടടുത്ത രാത്രിയിൽ തന്നെ വന്നില്ല എന്നാണ്. അപ്പൊ അദ്ദേഹം 2 രാത്രിയിലെ നിസ്കാരത്തിന് പങ്കെടുത്തിട്ടില്ല.
മൂന്നാമത്തെ രാത്രിയിലേ നിസ്കാരത്തിന് പങ്കെടുത്തിട്ടുള്ളൂ. മൂന്നാമത്തെ രാത്രിയിൽ തന്നെ അദ്ദേഹം ആദ്യന്തം ഉണ്ടോ എന്നും വ്യക്തമല്ല. അദ്ദേഹം ആദ്യന്തമുണ്ടോ ആ നിസ്കാരത്തിൽ എന്ന് വ്യക്തമല്ല. അദ്ദേഹത്തിന് കിട്ടിയ 8 വെച്ച് അദ്ദേഹം പറയുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ 8 വെച്ച് അദ്ദേഹം പറയുന്നത് കൊണ്ട് ഞങ്ങളെ കൊണ്ട് നബിതങ്ങൾ നിസ്കരിച്ചത് 3-ാം രാവിൽ ഇനി 8 വന്നാലും 2-ാം രാവിൽ നബിതങ്ങൾ 20 നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ തറാവീഹ് 20 വരെ പോവല്ലോ. 1-ാം രാവിൽ നബി 20 നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും പോവല്ലോ. ഇതേ രാത്രിയിൽ തന്നെ ജാബിർ വരുന്നതിന് മുൻപ് അള്ളാഹുവിന്റെ റസൂല് ബാക്കി നിസ്കാരം നിർവഹിച്ച് 12 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞ ശേഷം 8 റക്അത്ത് നിസ്കരിക്കുമ്പോഴാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന് സാന്നിധ്യം ഉണ്ടായത് എന്ന് വന്നാലും ജാബിർ റളിയല്ലാഹു അൻഹു 8 റക്അത്ത് എന്ന് കാണുമല്ലോ. സലാം വീട്ടിയിട്ട് ഇങ്ങനെ നിസ്കരിക്കണ നിസ്കാരമല്ലത്, വിശ്രമം കഴിഞ്ഞിട്ട് നിസ്കരിക്കണ നിസ്കാരല്ലേ. അപ്പൊ സലാം വീട്ടി വിശ്രമിച്ചൊരു 12 റക്അത്ത് കഴിഞ്ഞപ്പത്തെ 3-ാമത്തെ തെറുവിഹത്ത് കഴിഞ്ഞിട്ട് റസൂലുള്ള വിശ്രമിച്ചു, സ്വഹാബാക്കളും വിശ്രമിച്ചു. ആ വിശ്രമത്തിനിടയിൽ ത്വവാഫ് ചെയ്യും മിക്കവാറും മക്കത്ത്. മദീനത്താവുമ്പോ പിന്നീട് ഏറ്റിയതാണ് 4 റക്അത്ത് എന്ന് പറയട്ടെ, അത് പറയുന്നു നമ്മൾ വിഷയം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് വെച്ച് നമസ്കരിക്കുമ്പോ നടാണ് നിസ്കരിക്കുമ്പോ ഈ രാത്രിയിലെ 12 റക്അത്ത് കഴിഞ്ഞിട്ട് ലേശം വിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശ്രമം കഴിഞ്ഞ് തുടങ്ങുമ്പോ ജാബിർ എന്നവർ ഇത് തുടങ്ങിയത് അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ അതിനു മുൻപ് ഒരു റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെത് 13 റക്അത്ത് വിത്ർ എന്നുണ്ട്. അപ്പൊ 13 റക്അത്ത് അദ്ദേഹം കഴിഞ്ഞ് ശേഷം ആ വിത്റിലുള്ള കൺഫ്യൂഷനായിട്ട് അദ്ദേഹം 8 റക്അത്ത് എന്ന് പറഞ്ഞതുമാവാ. അപ്പൊ 8 റക്അത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ പ്രയോഗം ഇദ്ദേഹത്തിന്റെ ഈ ഹദീസ് കണക്കിലെടുക്കുന്നതിലെ പ്രത്യേകത നോക്കുമ്പോൾ, അതായത് തൊട്ടടുത്ത രാത്രിയിൽ തന്നെ നബി വന്നില്ല, ഒരു രാത്രിയിലേ നബി വന്നുള്ളൂ എന്ന ഈ പരാമർശം നോക്കുമ്പോൾ ഇതങ്ങനെ തന്നെ കണക്കിലെടുക്കാൻ വയ്യ. ഇഹ്തിമാലുകൾ പലതും വന്നാൽ, സാധ്യതകൾ പലതും വന്നാൽ ആ സാധ്യതകൾ വരുന്ന ഹദീസിനെ സ്വഹീഹാണെങ്കിൽ പോലും വിഷയം മനസ്സിലാക്കാൻ സമർത്ഥിക്കാൻ പ്രമാണമാക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും വിശദീകരണം കിട്ടുന്നത് വരെ എന്നാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട്. ഈ നിലപാട് പ്രകാരം ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസ് നമ്മൾ റക്അത്തിന്റെ എണ്ണത്തിൽ അവലംബിക്കുന്നില്ല. അദ്ദേഹം 3-ാമത്തെ രാത്രിയിലാണ് വന്നത്. ഇനി ബാക്കി 8 റക്അത്തുള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കരിക്കാൻ, അതിലാണ് ജാബിർ എന്നവർ കൂടിയത് എന്നതാകാൻ സാധ്യതയുണ്ട്. ഈ സാധ്യത പരിഗണിച്ചിട്ട് മഹാനരുടെ ഈ 8 റക്അത്തിന്റെ റിപ്പോർട്ട് വെച്ചും നമുക്ക് 8 എന്ന് മനസ്സിലാക്കാൻ വയ്യ. 20 റക്അത്തുണ്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് വെച്ചിട്ട് 20 റക്അത്ത് നബി നിസ്കരിച്ചു എന്ന റിപ്പോർട്ട് പ്രബലമായി കിട്ടാത്തത് കൊണ്ട് അതനുസരിച്ചും റക്അത്തിന്റെ എണ്ണത്തിന് അവലംബിക്കാൻ വയ്യ. വഹാബികളുടെ തിയറി പ്രകാരം ഈ ഹദീസിനെ 8 റക്അത്തിന് എടുക്കാൻ തന്നെ പാടില്ല. ഇത് കൂട്ടത്തിലൊന്ന് പറഞ്ഞല്ല, നമ്മളിത് എടുക്കുന്നത് മറുപടി പറയുന്നതൊക്കെ നമ്മളെ തിയറി പ്രകാരമാണ്, നമ്മളെ നിലപാട് പ്രകാരം. വഹാബികളുടെ നിയമപ്രകാരം ഈ 8ന്റെ ഹദീസായിട്ട് വന്നാൽ ഹദീസ് കൊണ്ട് സമർത്ഥിക്കാനാണെങ്കിൽ നമുക്ക് അവരെ പിടികൂടാം. കാരണം ഈ 8ന്റെ ഹദീസ്, ഈ 8ന്റെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് അവരുടെ ഭാഷ പ്രകാരം സ്വഹീഹല്ല, ലഈഫാണ്. ലഈഫായ ഹദീസാണെങ്കിലോ അവർ വലിച്ചെറിയും. അങ്ങനെ അവർക്ക് റിപ്പോർട്ട് സ്വഹീഹായ ഹദീസ് എടുത്തൊക്കൊന്നുമല്ല, ഒരു ബൽച്ചെറിയെന്നാണ്. സ്വഹീഹായ ഹദീസിന് കൊണ്ടാ ബാക്കിയൊക്കെ ബൽച്ചെറിയെന്നാണ്. ബൽച്ചെറിയുള്ള ഹദീസാണ് സ്വഹീഹല്ലാത്തതൊക്കെ. എന്താ സ്വഹീഹ് തന്നെ തിരിയൂല, സ്വഹീഹ് ഏത് വിധമുണ്ട് എന്ന് തന്നെ തിരിയൂല. സ്വീകാര്യമായ ഹദീസ് തന്നെ ഹസന് 2 വിധമുണ്ട്, അതും തിരിയൂല. അതിന്റെ ശേഷം ലഈഫ് തന്നെ സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതും എടുത്തൊക്കുന്നതും ഒക്കെ ഉണ്ട്, ഇതൊന്നും തിരിയൂല. ഒറ്റ പറച്ചില സ്വഹീഹ് ലഈഫ്, സ്വഹീഹ് ലഈഫ്, സ്വഹീഹ് ലഈഫ്. സ്വഹീഹാണോ എന്നാ കൊണ്ടുപോവാ, ലഈഫാണോ തള്ളപ്പെടേണ്ട ഹദീസ്. ലഈഫിന് ചിലപ്പോൾ ഒരു മൗദൂ എഴുതും പറയും, ഇത്രയേ ഉള്ളൂ. എന്താണ് ഈ ഹദീസ് എന്ന് ചോദിച്ചപ്പോ നമ്മുടെ സംവാദത്തിന് വ്യവസ്ഥ നിശ്ചയിക്കുന്ന സമയത്ത് എന്താ സ്വഹീഹ് എന്ന് ചോദിച്ചപ്പോൾ അതാന്നല്ല, സ്വഹീഹ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിഞ്ഞൂടാ, നാട് നീളെ പ്രസംഗിക്കുന്നേ ഉള്ളൂ. അപ്പൊ ആ സ്വഹീഹ് എന്ന് പറയുന്ന, സ്വഹീഹ് മാത്രമേ എടുത്തുകൂടൂ എന്ന് പറയുന്ന, ലഈഫാണെന്ന് തോന്നുന്നതും ലഈഫാണെന്ന് ആരെങ്കിലും പറഞ്ഞതുമെല്ലാം തള്ളണമെന്ന് പറയുന്നവർക്ക് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഉദ്ധരിക്കാൻ തന്നെ അവകാശമില്ല. നമ്മൾ ഇബ്നു ഹുസൈമയെ അവലംബിക്കുന്നത് കൊണ്ടും ഇബ്നു ഹബ്ബാൻ എന്നവരെ അവലംബിക്കുന്നത് കൊണ്ടുമാണ് അവരുടെ സ്വഹീഹിൽ പറഞ്ഞപ്പോ ആയിക്കോട്ടെ സ്വഹീഹ് എന്ന് പറഞ്ഞത്. എന്നാലും ഇതിൽ അവ്യക്തതയുള്ളതുകൊണ്ട് മഹാനർ ഒരു ദിവസം മാത്രം പങ്കെടുത്തയാളും 8 ശേഷിച്ചിരിക്കുമ്പോൾ വന്നതാകാനുമുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ട് ഈ സാധ്യതകൾ നിലനിൽക്കുന്നത് പ്രമാണത്തിന് വയ്യാതെ അവിടെ വെച്ചേക്കൂ എന്നാണ് നമ്മുടെ നിലപാട്.
വഹാബികൾ ഇത് പിടിച്ചിട്ട് 8 സമർത്ഥിക്കാൻ വന്നാൽ ഈ ഹദീസ് ദഈഫാകുന്നു എന്നാ നമുക്ക് പറയാനുള്ളത്. അവരുമായി ഓല വീക്ഷണപ്രകാരം, നമ്മളെ വീക്ഷണമല്ല. കാരണം ഈ ഹദീസിന്റെ അകത്ത് ഈസ ഇബ്നു ജാരിയ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറിൽ നിന്നാണ് ഈ ഹദീസ് ബഹുമാനപ്പെട്ട ജാബിർ എന്നവരിൽ നിന്ന് വന്നിട്ടുള്ളത്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നയാൾ ഈസ ഇബ്നു ജാരിയ എന്നയാളാണ്. ഈസ ഇബ്നു ജാരിയയിൽ നിന്നല്ലാതെ ഈ ഹദീസ് വന്നിട്ടില്ല. ഈസ ഇബ്നു ജാരിയ എന്ന ആളാണെങ്കിൽ ഫഖാല ദഹബിയു, ദഹബി അവരുടെ വലിയ മാസ്റ്റർ പീസ് നേതാവുമാണ്. അതായത് ഹദീസിന്റെ നിരൂപണത്തിൽ നമ്മൾ സ്വീകരിക്കാത്തതുകൊണ്ടല്ല, പക്ഷേ നിശ്ചിത നിരൂപണമാണ് അദ്ദേഹത്തിൻ്റെത്. ചിലപ്പോൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റാതെ വരും നിരൂപണത്തിൽ. പക്ഷെ ആ ദഹബിനെ ഇവർ തള്ളൂല, വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ ആ ദഹബി പറയുന്നു ഈസ ഇബ്നു ജാരിയത്തൽ അൻസാരി അൻ ജാബിരിൻ, ജാബിറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഈസ ഇബ്നു ജാരിയ, മദനിയുൻ, അദ്ദേഹം മദീനക്കാരനാണ്. വഅൻഹു യാഖൂബുൽ ഖുമ്മി, അദ്ദേഹത്തിൽ നിന്ന് യാഖൂബുൽ ഖുമ്മി നിവേദനം ചെയ്യും. ജമാഅത്തുൻ വേറെ സംഘം. അങ്ങനെ തന്നെ ഹദീസ് യാഖൂബുൽ ഖുമ്മി എന്നറിയുന്ന ആള് അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, അദ്ദേഹം ജാബിറിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. ഈ ആളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു ഖാല ഇബ്നു മഈൻ ഇൻദഹു മനാകീർ. ഈ ഈസ ഇബ്നു ജാരിയ എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഒരുപാട് മുങ്കറുകളുണ്ട്. ഹദീസ് സ്വീകാര്യമല്ല, അയാൾ ദുർബലനാണ് എന്ന് പറയാനുള്ള ഒരു വാക്കാണത്. വഖാല നസായി മുങ്കറുൽ ഹദീസ്, ഇമാം നസായി പറയുന്നു ഈസ ഇബ്നു ജാരിയത്ത് മുങ്കറുൽ ഹദീസാണ്. വജാഅ മത്റൂഖുൻ, അയാൾ മത്റൂഖാണ് എന്നും വന്നിട്ടുണ്ട്. അപ്പൊ മത്റൂഖ്, മുങ്കറുൽ ഹദീസ്, ഇൻദഹു മനാകീർ. വഖാല അബൂ സുർഅത ലാ ബഅസ ബിഹി, അബൂ സുർഅത എന്നവർ മാത്രം ലാ ബഅസ ബിഹി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇമാം ദഹബി തന്റെ മീസാനിൽ 313 പറയുന്നത്. നമ്മളെ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ തന്റെ തഹ്ദീബുൽ വിവരിക്കുന്നു ഖാല ഇബ്നു അബീ ഖൈസമ അൻ ഇബ്നു മഈൻ ലൈസ ബിദാക്, ലൈസ ബിദാക്. ഇബ്നു മഈൻ, യഹ്യ ഇബ്നു മഈൻ എന്ന ഹദീസ് നിരൂപകൻ ഈസ ഇബ്നു ജാരിയ എന്ന ആളെ പറഞ്ഞത് അയാൾ അത്രക്ക് പോരാ എന്നാണ്. ലൈസ ബിദാക്, അയാൾ അത്രക്ക് പോരാ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക്. ലാ ഇലമു അഹദൻ റവാ അൻഹു വൈറ യാഖൂബ്, യാഖൂബുൽ ഖുമ്മി എന്ന ആളല്ലാതെ മറ്റൊരാളും അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് നല്ല ഒന്നും, ഈ ഹദീസ് അല്ല, ഒന്നും അയാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വഖാല ദൂരി അൻ ഇബ്നു മഈൻ, യഹ്യ ഇബ്നു മഈൻ പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നത് ഇൻദഹു മനാകീർ ഹദ്ദസ അൻഹു യാഖൂബുൽ ഖുമ്മി വഅംബസതു ഖാൽ റൈ, റയ്യിലെ ഖാലിയായ അംബസത്തും യാഖൂബുൽ ഖുമ്മിയും നിവേദനം ചെയ്തിട്ടുണ്ട്. ഈ ഇയാളെപ്പറ്റി ഇൻദഹു മനാകീർ എന്നായ യഹ്യ ഇബ്നു മഈൻ പറഞ്ഞത്. മറ്റൊരു നിരൂപകൻ ഹൈസമി, അദ്ദേഹം പറയുന്നത് വളഅഫഹു ഇബ്നു മഈൻ, യഹ്യ ഇബ്നു മഈൻ ഇദ്ദേഹത്തെ ലഈഫാക്കിയിരിക്കുന്നു എന്നാണ്. യഹ്യ ഇബ്നു മഈനിനെ പോലുള്ള ഒരു മഹാൻ, ഇമാം നസായിയെ പോലുള്ള മഹാന്മാർ ലഈഫാണെന്നും മുങ്കറുൽ ഹദീസാണെന്നും ഇൻദഹു മനാകീർ എന്നും പറഞ്ഞ ആ ഹദീസല്ലേ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ 8 ഹദീസ്. അതുകൊണ്ട് തന്നെ 8 നിസ്കരിച്ചു എന്ന് പറയുന്ന ഈ ഹദീസിനെ വഹാബികൾക്ക് പറ്റൂല, ലൈഫായ ഹദീസാണ് അവരുടേത്, കള്ളണം എന്ന വീക്ഷണപ്രകാരം. നമ്മൾ അതിനെ പ്രമാണമാക്കുന്നില്ല. എന്തുകൊണ്ട്? ആ ഹദീസിൽ അദ്ദേഹം അവസാനത്തെ ദിവസം മാത്രം പങ്കെടുത്തു എന്ന് വ്യക്തമാണ്. അത് തന്നെ പങ്കെടുത്തപ്പോൾ എപ്പോൾ എന്നത് വ്യക്തമല്ല, പങ്കെടുത്തത് എപ്പോൾ എന്ന് വ്യക്തമല്ല. 8 നിസ്കാരം മാത്രം ബാക്കിയുള്ളപ്പോൾ വന്നതാകാൻ സാധ്യതയുണ്ട്. മറ്റു 2 രാത്രിയിലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ലെന്ന് വ്യക്തമാണ്. ആ രാത്രിയിലെ നിസ്കാരം എത്ര റക്അത്താണ് എന്ന് അതിൽ നിന്ന് വ്യക്തവുമല്ല. 3 രാത്രിയിൽ നിസ്കാരം കൂടി കൂട്ടിയാലല്ലേ റക്അത്തിന്റെ എണ്ണം പറയാൻ പറ്റുള്ളൂ. അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ട്